വെൽക്കം ടു ഫീനിക്സ് ആർട്ട് വേൾഡ്. അറബിക് ലെറ്റേഴ്സ് കാലിഗ്രഫിയുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ കാണാത്തവർ സ്ക്രീനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാലിഗ്രഫി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ക്യാംലിൻ്റെ ഫൗണ്ടെയിൻ ഇങ്ക് യൂസ് ചെയ്തിട്ടാണ്, ബ്ലൂ കളർ, ആൻഡ് ബാംബു കൊണ്ടുള്ള കലം പെൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ അടുത്ത ലെറ്റർ ചെയ്യുന്നതിനായി റെഡ് ഇങ്ക് യൂസ് ചെയ്ത് ഗൈഡ് ലൈൻസ് വരച്ചിട്ടുണ്ട്. അത് 4 നുക്ത ലെങ്ത്തിലുള്ള ഒരു ലൈനാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് നിന്നും മറ്റൊരു ലൈൻ കൂടി വരക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് റാ എഴുതുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിന്നും ഒരു ബെൻഡ് വരുന്നത് നടുക്കത്തെ ആ ഒരു ലൈനിൽ വെച്ചാണ്. അതുകൊണ്ടാണ് 3 ലൈൻ വരച്ചിരിക്കുന്നത്. ആൻഡ് ഈ റായിൻ്റെ വാലിൻ്റെ നീട്ടം ഏകദേശം ഒരു 5 നുക്താസാണ്. ഇതിനും അലിഫ് പോലെ തന്നെ ഒരു ഹെഡ് പോർഷൻ ഉണ്ട്. ഈ ലെറ്റർ എഴുതുമ്പോൾ താഴത്തെ 2 ലൈനിൻ്റെ ഇടയിലുള്ള ആ ഒരു പോർഷൻ ഏകദേശം ഒന്ന് കേർവ്ഡ് ആയിട്ടാണ് വരക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടല്ല വരക്കുന്നത്. റാ എന്ന ഈ ലെറ്റർ പല രീതിക്ക് എഴുതാൻ പറ്റും കാലിഗ്രഫിയിൽ. സോ ഇങ്ങനെയും എഴുതാൻ പറ്റും. ഈ രീതിയിൽ എഴുതുന്ന റാവും ബാവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ബാ എഴുതുമ്പോൾ കുറച്ചുകൂടി ആ എൻഡിങ് കുറച്ചുകൂടി മുകളിലായിരിക്കും. ഈ സ്ലാൻഡിങ് ലൈൻ ഇത്രയും ഉണ്ടാവില്ല, താഴത്തെ ആ ഒരു പോർഷൻ. പക്ഷേ ഇതിൽ ഇത്രയും ഉണ്ടാവും. പിന്നെ വേറെ ബാ എഴുതുന്നത് പോലെ തന്നെ ഉള്ള രീതിയാണിത്. താഴത്തു നിന്നും മുകളിലേക്ക് വന്നിട്ട് പിന്നെ കേർവ് താഴത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ ഒരു ലെങ്ത്ത് ഏകദേശം ഒരു 6 നുക്താസാണ്. ആൻഡ് ഇതിൻ്റെ ആ ഒരു എൻഡിങ് പോകുന്ന ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഒരു സർക്കിൾ നമുക്ക് വരക്കാൻ പറ്റും. ഈ കാലിഗ്രഫി ട്യൂട്ടോറിയലിലെ അടുത്ത ലെറ്റർ സീനാണ്. ഏകദേശം 6 നുക്താസ് ഹൈറ്റിലാണ് ഈ സീൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത്. അതിൽ മുകളിൽ നിന്നും ഒരു 1.5 നുക്താസ് ഹൈറ്റിൽ 2 ഹൊറിസോണ്ടൽ ലൈൻസ് വരക്കുന്നുണ്ട് ഗൈഡ് ലൈനായിട്ട്. സോ ഇതിൽ നിന്നും താഴത്തെ ഒരു ഗൈഡ് ലൈനിൽ നിന്നും 2 നുക്ത മുകളിലായിട്ട് മറ്റൊരു ലൈൻ കൂടി വരക്കുന്നുണ്ട്. സോ ഈ ലൈനിലാണ് സീനിൻ്റെ 3ാമത്തെ കേർവിലെ ഒരു താ പോലത്തെ ആ ഒരു ചേഞ്ച് വരുന്നത് എഴുതുമ്പോഴുള്ള. സോ ഈ സീൻ എഴുതാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് വൺ ഒരു ക്ലോസ്ഡ് കേർവാണ് വരക്കുന്നത്. സെക്കൻഡ് വൺ ഒരു ഓപ്പൺ കേർവ് പോലെയാണ് വരക്കുന്നത്. തേർഡ് വൺ വരക്കുമ്പോൾ സെയിം ആയിട്ട് ഒരു ക്ലോസ്ഡ് കേർവ് പോലെയാണ് പോകുന്നത്. സോ ഇത് നോക്കുമ്പോൾ കാണാം ഫസ്റ്റും സെക്കൻഡും തേർഡും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇതൊന്നുകൂടി ചെയ്യുകയാണെങ്കിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ സീനിൻ്റെ ലാസ്റ്റത്തെ കേർവിലെ എൻഡിങ് ഡയറക്റ്റ് ആ മുകളിലുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ എത്തില്ല. ഒരു 1 നുക്ത ഗ്യാപ്പ് ഉണ്ടാവും. ആൻഡ് ഇതിൻ്റെ എൻഡിങ് പോർഷൻ കുറച്ചുകൂടി പോയിൻറ്റഡ് ആയിരിക്കും. ഈ ലെറ്ററിൽ ആദ്യത്തെ 2 കേർവിനിടയിൽ ഓരോ നുക്താസ് വരക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആൻഡ് ഈ താഴത്തെ താ പോലത്തെ 3ാമത്തെ ആ ഒരു കേർവിൽ ഒരു 2 നുക്താസിൻ്റെ ഗ്യാപ്പും ഉണ്ടാവും താഴത്തെ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്നും. സോ ഈ സീൻ പല രീതിക്ക് എഴുതാൻ പറ്റും. അതിൽ അടുത്ത ഒരു രീതിയാണ് ഇങ്ങനെ എഴുതുന്നത്. ഇതിലും ഫസ്റ്റത്തെ ആ ഒരു കേർവ് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും. ആൻഡ് സെക്കൻഡ് കേർവ് എന്ന് പറയുമ്പോൾ ഓപ്പൺ പോലത്തെ കേർവാണ്. സോ ഇതിൻ്റെ തേർഡ് കേർവ് മറ്റേതുപോലെയല്ല, ജസ്റ്റ് നല്ല ലെങ്ത്തിലുള്ള ഒരു കേർവാണ്. അതിൻ്റെ ആ ഒരു എൻഡിങ് നല്ല പോയിൻറ്റഡ് ആയിട്ടായിരിക്കും. സോ അടുത്ത രീതിക്ക് സീൻ എഴുതുന്നത് ഇങ്ങനെയാണ്. സോ അടുത്ത ലെറ്റർ സ്വാദാണ്. ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ലാതെയാണ് ഇത് ചെയ്തു തുടങ്ങുന്നത്. കാരണം ഇത് അത്യാവശ്യം കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. കാരണം നമ്മൾ നേരത്തെ താവും ബാവും ഒക്കെ എഴുതി പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ സ്വാദ് എഴുതാൻ നേരത്ത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഡ്രോപ്ലെറ്റ് പോലത്തെ പോർഷൻ്റെ അകത്ത് ഒരു 1.5 നുക്താസ് ലീവ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും. ആൻഡ് ആ ബാവ് പോലെ തന്നെ ഒരു 2 നുക്ത ഗ്യാപ്പ് ഉണ്ട് ഈ താഴത്തെ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്നും. സോ ഈ സീൻ എഴുതുന്നത് പോലെ തന്നെ മുകളിലെ ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ നിന്നും ഒരു 1 നുക്ത ഗ്യാപ്പിലാണ് ഇതിൻ്റെ എൻഡിങ് ഉള്ളത്. അറബിക് ലെറ്റേഴ്സിൻ്റെ കാലിഗ്രഫി ട്യൂട്ടോറിയൽ ഇതുകൊണ്ട് തീർന്നിട്ടില്ല. ഇനി ഒരു വീഡിയോ കൂടി ഉണ്ടായിരിക്കുന്നതാണ് ലെറ്റേഴ്സിൻ്റെ ആയിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് വേർഡ്സിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങളുടെ കാലിഗ്രഫി ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.